7√7 a⁴ ദ ഹോൾ സ്ക്വയറിൻ്റെ വില കാണുക. അപ്പോൾ നമുക്ക് എന്താ തന്നിരിക്കുന്നത്? 7√7 a⁴ ദ ഹോൾ സ്ക്വയർ, ഇതിൻ്റെ വില കണ്ടുപിടിക്കേണ്ടത്. എടി ഇതിൻ്റെ അർത്ഥം എന്താണ്? 7 ഗുണം √7 ഗുണം a⁴ ദ ഹോൾ സ്ക്വയർ എന്നല്ലേ. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കുക, ഈ സ്ക്വയർ എന്ന് പറയുന്നത് 7നും ബാധകമാണ്, √7നും ബാധകമാണ്, a⁴ ബാധകമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനൊന്ന് മാറ്റി എഴുതാമല്ലോ. എങ്ങനെ എഴുതാം? 7ൻ്റെ സ്ക്വയർ ഇൻറ്റു √7 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു a⁴ ദ ഹോൾ സ്ക്വയർ എന്ന് കൂടെ എഴുതാം. ഈക്വൽ ടു 7ൻ്റെ സ്ക്വയർ കണ്ണും പൂട്ടി എഴുതാം 49 ഇൻറ്റു √7 ദ ഹോൾ സ്ക്വയർ, ഈ സ്ക്വയറും റൂട്ടും വെട്ടിപ്പോകും, എത്രയാവും? 7 ഇൻറ്റു a⁴ ദ ഹോൾ സ്ക്വയർ. അപ്പോൾ നമ്മളിവിടെ എന്തറിയണം? ഒരു കൃത്യങ്ക നിയമം അറിഞ്ഞിരിക്കണം. എന്താണത്? ഒരു സംഖ്യ a⁴m ദ ഹോൾ n എന്ന ഫോമിലാണ് കിടക്കുന്നതെങ്കിൽ അതിനെ നമുക്ക് a⁴m ഇൻറ്റു n എന്ന് എഴുതാം. ഈ ഒരു കൃത്യങ്ക നിയമം അറിഞ്ഞിരിക്കുക. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ കിടക്കുന്ന a⁴ ദ ഹോൾ സ്ക്വയറിനെ നമുക്ക് എന്തെന്ന് എഴുതാം? a⁴ ഇൻറ്റു 2, അതായത് a⁸ എന്നാവും. ഓക്കെ അല്ലേ? അപ്പോൾ ഈക്വൽ ടു, അപ്പോൾ ഇവിടെ a⁸ എന്നാവുന്നു. 49 ഗുണം 7 എത്രയാടാ? 50 ഗുണം 7 350. 350 7 കുറച്ചാൽ 343 ഇൻറ്റു ഒരു a⁸ ഉണ്ട്, അത് ഇതിനോടൊപ്പം എഴുതുന്നു. 343 a⁸. നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി.